ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ മറ്റൊരു തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോ മലയാളികളും. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലുമൊക്കെ നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഓണാശംസകളുടെ പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എഡിറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വളരെ ലളിതമായി മനോഹരമായ പോസ്റ്ററുകളെ ഈ ആപ്ലിക്കേഷനിലൂടെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക. അപ്പോൾ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് DP ഫ്രെയിംസും മറ്റൊന്ന് ഗ്രീറ്റിംഗ് കാർഡും. ഇതിൽ രണ്ടിലും നമുക്ക് ഫോട്ടോ വെക്കാവുന്നതാണ്. ഞാൻ ആദ്യം DP ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള നിരവധി ഫ്രെയിമുകൾ ഇതിനകത്തുണ്ടാകും. ഇതിൽ ചിലത് ലോക്കായിരിക്കും. ആ ലോക്ക് അൺലോക്ക് ചെയ്യാൻ ഒരു പരസ്യം കണ്ടാൽ മതി, പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏത് ഫ്രെയിമാണ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും. അല്ല ഡയറക്റ്റ് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി ഈ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഈ പോസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് പിന്നിലാണ് പോയി നിൽക്കുക. രണ്ട് വിരൽ കൊണ്ട് നമുക്ക് സൂം ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആംഗിൾ വെക്കാം. ഇനി താഴെ മറ്റുള്ള ഫ്രെയിമുകൾ, ആ ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ ഫ്രെയിം ചേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഫോട്ടോ വെക്കാം. പിന്നെ അതിൽ ലോക്കായിട്ടുള്ള ഫ്രെയിമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പരസ്യം വരുമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഫ്രെയിമും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണ് വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിരവധി ഓണസംബന്ധമായ സ്റ്റിക്കറുകളുണ്ട്. അതിൽ ഏത് സ്റ്റിക്കറാണ് വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ഈ സ്റ്റിക്കർ നിങ്ങളെ സഹായിക്കുന്നതാണ്. താഴെ വേറെയും ഓപ്ഷൻസുകളുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് യൂസ് ചെയ്യാം. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അത്രയും ചെയ്താൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത ചിത്രം ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇനി ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഇല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഞാനൊന്ന് ഗ്രീറ്റിംഗ്സിൻ്റെ ഓപ്ഷൻസ് കൂടി കാണിച്ചു തരാം. ഗ്രീറ്റിംഗിൻ്റെ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി പോസ്റ്ററുകൾ അതിനകത്തുണ്ടാകും. ഇതിലും നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. ഏത് പോസ്റ്ററാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നടുവിലായിട്ട് ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ വേണം അത് ചൂസ് ചെയ്യുക. അത് ഏത് രൂപത്തിലാണ്, സർക്കിളായിട്ടാണോ ഹാർട്ടായിട്ടാണോ, എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ ആ ചിത്രത്തിൽ വേണ്ടത് ആ ആംഗിൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ വലതുഭാഗം ഡൺ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ അതിൽ കിട്ടും. പിന്നെ എങ്ങനെയാണ് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനിയും ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.